ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ അവസാന ദിവസം ഞങ്ങൾ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം പകൽ ഇവിടെ വന്നിട്ടുള്ള വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ വൈകുന്നേരം ഒന്ന് വന്നതാണ്. ഏകദേശം സൂര്യൻ അസ്തമിക്കാറായി. ആ സമയത്താണ് എത്തിയത്. ഇവിടെയുള്ള സ്റ്റേജിൽ ഇന്ന് എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഖവാലിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് ഡേ ആണ്. എന്തൊക്കെയാണ് ഇവിടെ ഇന്നുള്ളതൊന്നും ഇന്നലത്തെ അധികം തിരക്ക് കൂടിയതൊക്കെ നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. മൊത്തം പകൽ വന്ന സമയത്ത് ഇവിടെ മൊത്തം കാലിയായി കിടക്കായിരുന്നു. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അതിൻ്റെ എല്ലാ വൈബോടും കൂടി ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. തിരക്ക് ഇനിയും കൂടാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് രാത്രി ആകുമ്പോൾ എങ്ങനെയാണ് ഇവിടെ എന്നുള്ളത് മനസ്സിലാക്കാം, കാണാം. വളരെ നല്ല ഒരു വൈബാണ്. കുറേ കച്ചവടക്കാരും കുട്ടികളും ഒക്കെ നിറഞ്ഞിട്ട് മൊത്തത്തിലൊരു ഉത്സവത്തിൻ്റെ ഫീൽ തന്നെയാണ് രാത്രി വരുമ്പോൾ. അപ്പം ഇവിടെ എപ്പോഴും വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ബോട്ടിങ്, സ്പീഡ് ബോട്ടിങ് കൂടാതെ അല്ലാത്ത ബോട്ടിങ് ഒക്കെ നടക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സീനാണ്. സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. അതൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അധികം തിരക്ക് വരുന്നത് ഞായറാഴ്ചകളിൽ മാത്രമാണ്. ഞായറാഴ്ചയൊക്കെ ഭയങ്കര തിരക്കാണ്. ബേപ്പൂരിൻ്റെ അത്രയും ഒന്നും വലിയൊരു ബീച്ച് അല്ലെങ്കിൽ കൂടി ഇപ്പം ഇവിടെ എല്ലാ പണികളും കഴിഞ്ഞ് വളരെ മെച്ചപ്പെടുത്തിയെടുക്കാൻ പോവുകയാണ് ചാലിയം ബീച്ചിനെ. അപ്പോൾ ചാലിയത്ത് കച്ചവടക്കാർ ബജി, പാനിപൂരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന സമയത്ത് നോക്കാം. ഇപ്പോൾ ഇങ്ങനെ പോവാം. ഇങ്ങനെ പോയിട്ട് കുറച്ച് ദൂരം നടക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരുന്ന ഭാഗത്തിൻ്റെ അടുത്തേക്കൊന്നും, അതായത് മുമ്പ് ഇവിടെയൊക്കെ നമുക്ക് സ്കൂട്ടർ, ബൈക്ക്, കാറൊക്കെ വെക്കാൻ പറ്റുമായിരുന്നു. ഇതിപ്പോൾ രാവിലെ വന്നിട്ടുള്ളവരായിരിക്കും ഇവിടെ കാണുന്നത്. കാരണം ഒരു ഉച്ചയ്ക്ക് ശേഷമൊന്നും ഇവിടേക്ക് വണ്ടികളൊന്നും ഇന്നത്തെ ദിവസം അനുവദിക്കുന്നില്ല. കാരണം ഇതിൻ്റെ അറ്റത്താണ് ഗാനമേള മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സ്റ്റേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട ആർട്ടിസ്റ്റുകൾക്ക് വരാനും പിന്നെ ആ സമയമാകുമ്പോൾ തിരക്കൊന്നും ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ വണ്ടിയൊന്നും ഇങ്ങോട്ടേക്ക് വിടുന്നില്ല. അപ്പോൾ നമ്മൾ സ്കൂട്ടറിലാണ് വന്നിട്ടുള്ളത്. സ്കൂട്ടർ കുറച്ച് ദൂരെ നിർത്തിയിട്ടാണ് നടക്കുന്നത്. ഇനിയും ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന് അടുത്തോളം നടക്കാനുണ്ട്. അപ്പോൾ പോകുന്ന പോക്കിൽ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇതൊക്കെ ഇപ്പോൾ ഈ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇതൊക്കെ മിക്കവാറും പോകാൻ സാധ്യതയുണ്ട്. തിരിച്ച് പോകും കുറച്ച് കഴിയുമ്പോൾ തന്നെ. പിന്നെ ഇവിടെ ഉണ്ടായിരിക്കില്ല അങ്ങനെയാണ് പറയുന്നത്. മിക്കവാറും ഇത് 29-ാം തീയതി ലാസ്റ്റ് ദിവസമാണ്. അപ്പം നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് 29-ാം തീയതിയാണ്. ഇവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ബോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഇറങ്ങി ചെന്ന് കയറാവുന്നതാണ്. അത് നമുക്ക് എല്ലാവരും പറയുന്നുണ്ട് ലാസ്റ്റ് ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരിക്കുന്നത്. അപ്പോൾ അത് മാനിച്ചുകൊണ്ട് കുറേ ആളുകളൊക്കെ ഇതിൽ തിരക്കുണ്ട്. നല്ല ക്യൂ ഉണ്ട്. ഇതിൽ കയറാൻ വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കൂടാതെ തന്നെ കുറച്ച് അപ്പുറത്ത് വേറെയും ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആയതുകൊണ്ട് ക്ഷീണത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ നല്ല വെയിലായിരുന്നു. നിങ്ങളിപ്പോൾ കാണുന്നത് നിർദ്ദേശിൻ്റെ ഗേറ്റാണ് കേട്ടോ. നിർദ്ദേശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ ഡിഫൻസ് ഷിപ്പിംഗ് ആണ്. അതായത് യുദ്ധക്കപ്പൽ രൂപകൽപ്പന ചെയ്യുന്ന സ്ഥാപനമാണ്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയാണ്. ഇത് 2011 AK ആൻ്റണി, അന്നത്തെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന AK ആൻ്റണി ഒന്ന് ഉദ്ഘാടനം ചെയ്തതാണ് കേട്ടോ. ഇവിടെ ആടുകളൊക്കെ ഉണ്ട്. ഇത് ഒരു കടൽപ്പാലം പോലത്തെ സംഭവം പണ്ട് പ്ലാൻ ചെയ്താൽ തോന്നുന്നുണ്ട്. പഴയതിൻ്റെതല്ല, പ്ലാൻ ചെയ്തിട്ട് മുഴുവനാക്കാൻ പറ്റാതെ പോയൊരു കാലുകളാണിത്. അപ്പോൾ അതൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ബോട്ടിങ് ഇവിടെ ഉണ്ട്. സ്പീഡ് ബോട്ടിംഗ് ആണ്. അപ്പോൾ അതൊക്കെ കണ്ടുപോകുന്നുണ്ട്. തൽക്കാലം അതിലൊന്നും നമ്മൾ കയറുന്നില്ല. പിന്നെ ഞങ്ങൾ കോഴിക്കോട്ടുകാർ സ്പെഷ്യൽ ഐറ്റംസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ വിൽക്കാനുണ്ട്. കച്ചവടങ്ങൾ, ഫുഡ് ഐറ്റംസ് ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ ഇനി ഈ വർഷം വരാൻ പറ്റാത്ത ദൂരെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത വർഷം നിർബന്ധമായിട്ടും വരിക. പലവിധ സാധനങ്ങൾ ഇവിടെ ഉണ്ട്.
കഴിക്കാനും കളിക്കാനൊക്കെ ആയിട്ട് കുട്ടികൾക്കൊക്കെ വളരെ രസമായിരിക്കും. കുറച്ച് ദൂരമൊക്കെ ഉള്ളവർക്ക് വരാവുന്നതാണ്. എന്തായാലും ഒരു 3-4 ദിവസം എന്തായാലും വാട്ടർ ഫെസ്റ്റ് അടുത്ത ഡിസംബറിലുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വരിക. കോഴിക്കോട് നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്താത്തൊരു സ്ഥലം തന്നെ ആയിരിക്കും കോഴിക്കോട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇവിടെ ബൈക്കൊക്കെ വെച്ചിട്ടുണ്ട്. അത് നേരത്തെ വന്ന് വെച്ചതായിരിക്കണം. ചിലവരൊക്കെ പോകുന്നുണ്ട്, നേരത്തെ വന്നവരൊക്കെ തിരിച്ചു പോകുന്നതായിരിക്കണം. അല്ലാതെ ഈ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒന്നും ഇവിടേക്ക് ആരെയും വിടുന്നില്ല. അപ്പോൾ ഇവിടെ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിൻ്റെ മുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ LED ലൈറ്റിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു രാത്രിയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്, ഈ സർവീസ് രാത്രിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റ് ബോട്ടിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് LED ലൈറ്റിംഗ് ഒക്കെ ഉള്ളതും ഭംഗി കൂട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ്. അതൊക്കെ ഉണ്ട്. ഒക്കെ നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. നമ്മൾ എത്ര നേരം ഇവിടെ നിൽക്കുന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് വരികയാണ്. അപ്പം പിന്നെ കുട്ടികളൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഒന്നും വെച്ച് നമുക്ക് അധികം നേരം നിൽക്കാനൊന്നും പറ്റില്ല. അപ്പം മൊത്തം ഒന്ന് ജസ്റ്റ് കാണിക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഇരുവശത്തില്ല, ഒരു സൈഡിൽ ചെറിയ ചെറിയ കടകളും ഉപ്പിലിട്ടത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കോഴിക്കോട് മാത്രം നമുക്ക് കാണാൻ പറ്റുന്ന ചില ഫുഡ് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഞാൻ ബോട്ട് കാണിക്കുകയാണ്. ബോട്ട് നമ്മൾ വന്ന വഴി അവിടെ നിന്നാട്ടോ. അത്രയും ദൂരമല്ല, അതിൻ്റെ അപ്പുറത്തുനിന്നേ നമ്മൾ നടക്കുന്നുണ്ട്. ഇവിടെ ഇതാ ബോട്ടിംഗ് ഉണ്ട്. ബോട്ടിങ്ങിലൊക്കെ ലൈഫ് ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, കടകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കടകളിലൊക്കെ മിക്കവാറും സാധനങ്ങളൊക്കെ ഉണ്ട്, ഉപ്പിലിട്ടത് മറ്റു കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരു കൗണ്ടർ ഉണ്ട്, ടിക്കറ്റ് കൗണ്ടർ. കണ്ടോ, ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് സീസൺ 3 ആണ് കേട്ടോ. അപ്പോൾ 2023 ഇപ്പം നടക്കുന്നത്. അപ്പം നമുക്ക് അതിലേക്ക് പ്രവേശിച്ചു. ഇനി ഇതാ ഇവിടെ താഴെ പോയി നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് താഴെ പോയിട്ട് അതിൽ കയറാവുന്നതാണ്. നമ്മളിപ്പോൾ കയറുന്നില്ല, തൽക്കാലം ഇതൊക്കെ ഒന്ന് കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരെ നടക്കുകയാണ്. ഇന്നലെ നമ്മൾ വന്ന സമയത്ത് ഇവിടെയൊക്കെ മൊത്തം വെയിലത്താണ് നമ്മൾ വന്നത്. അപ്പം ആ സമയത്ത് നമുക്ക് അധികം നിൽക്കാനൊന്നും പറ്റില്ല, വേഗം പോയി. ഇപ്പോൾ തന്നെ ഇവിടെയൊക്കെ ലൈറ്റ്സൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ലൈറ്റിൻ്റെയൊക്കെ ഭംഗി സാധാരണ കച്ചവടക്കാർ വരാറുണ്ട് കേട്ടോ, ഐസ്ക്രീം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നടന്ന് പതുക്കെ പോകണം. പതുക്കെ പോയിട്ട് നമുക്ക് കുറച്ച് അറ്റത്തെത്തിയിട്ട് അവിടുത്തെ സ്റ്റേജിൽ എന്തെങ്കിലും പരിപാടി തുടങ്ങിയോ എന്നൊക്കെ നോക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പകൽ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ, ചില അതാ വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ താഴെ അപ്പുറത്ത് നടക്കുന്നുണ്ട്. ബേപ്പൂർ ആ സൈഡിൽ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് അത്രയും സൂം ചെയ്ത് കാണാൻ പറ്റും തോന്നുന്നില്ല. അപ്പുറത്ത് ജങ്കാർ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ജങ്കാറാണ്. ആളുകളെ അപ്പുറത്തേക്കും ചാലിയം തീരത്തുനിന്ന് ബേപ്പൂർ തീരത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. ചാലിയത്ത് നിന്ന് നേരെ ബേപ്പൂരേക്ക് പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ടൗൺ അടുത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ജങ്കാറിൽ കയറിയിട്ടാണ് ടൗണിലേക്കൊക്കെ കുറേ കാര്യത്തിനൊക്കെ പോകുന്നത്. പിന്നെ അല്ലെങ്കിൽ നേരിട്ട് ഈ ചാലിയത്ത് നിന്ന് കോഴിക്കോടേക്ക് ബസ്സുണ്ട്, കോഴിക്കോടേക്കും തിരൂരേക്കും ഒക്കെ ബസ്സുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് ജില്ലയുടെ ഒരു അറ്റമാണ് ഈ ചാലിയം എന്നൊക്കെ പറഞ്ഞത്. ചാലിയത്തിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ചിലപ്പോഴൊക്കെ തോന്നും ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തൊക്കെയാണ് നമ്മളുള്ളത്, അതിൽ നമ്മൾ അഭിമാനിക്കണം എന്ന് തോന്നും അല്ലേ. അപ്പോൾ നമുക്ക് ഈ നിർദ്ദേശിൻ്റെ കാര്യം പോലും വെറുതെ ഒന്ന് വിക്കിപീഡിയ അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം. ഈ ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ. അപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ലെങ്കിലും, നമുക്ക് അവിടേക്ക് പ്രവേശനം ഇല്ലെങ്കിലും അത് വലിയൊരു സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലൂടെയാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ വഴിയുള്ളത്. അപ്പോൾ നമ്മളപ്പുറത്ത് കാണുന്ന അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഈ സൈഡിലേക്കൊക്കെ വരാറുണ്ട്. ഇപ്പം നമുക്കിവിടെ നിന്ന് ഒരു കബാബ് കഴിക്കാമെന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പം നോക്കാം, അത് കഴിച്ചിട്ട് പോകാൻ പറ്റുമെന്ന്. ഓക്കെ, അത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. പിന്നെ ഇനിയിപ്പോൾ പതുക്കെ സൂര്യൻ അസ്തമിച്ചു, ഇരുട്ടായി തുടങ്ങി. അപ്പം ഇവിടുത്തെ വെളിച്ചങ്ങളൊക്കെ ഇനി കൂടും. ആളുകളുടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറ്റത്തെത്തിക്കഴിഞ്ഞാൽ കുറച്ചധികം ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ കണ്ടോ ആളുകളാണ് മുഴുവൻ. നമുക്ക് സൂം ചെയ്താൽ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. എന്തായാലും അത്രയും ആളുകൾ അവിടെ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. ബേപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡബിൾ തിരക്ക് അവിടെ കൂടും. കാരണം കോഴിക്കോടിനൊരു കുറച്ചുകൂടെ അടുത്തേക്ക് നിൽക്കുന്ന സ്ഥലമാണ് ബേപ്പൂർ. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എത്താനും പോകാനും ഒക്കെ കുറച്ചുകൂടെ അവിടേക്ക് എളുപ്പമാണ്. നമ്മൾ നടന്ന് ഇവിടുത്തെ സ്റ്റേജിനടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്റ്റേജിൽ എന്തോ ഒരു പരിപാടി തുടങ്ങാനുള്ള പ്ലാനാണ്. ഇവിടെ ഇപ്പോൾ ആളുകളൊക്കെ വന്ന് സീറ്റൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുള്ളിലും ചെറിയ കച്ചവടക്കാരുണ്ട്. ഫയർഫോഴ്സിൻ്റെ വണ്ടിയൊക്കെ റെഡി ആയിരിക്കുന്നുണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി വന്നാൽ ഉപയോഗിക്കാൻ. ഇവിടെയൊക്കെ ഇടയ്ക്ക് കടകളൊക്കെ തുറന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ചാലിയം സൈഡിൽ തീരത്ത് നല്ലൊരു ഇരിപ്പിടം അല്ലെങ്കിൽ ഒരു ബീച്ചിലേക്ക് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ലൈറ്റ് പോസ്റ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞു. നമുക്ക് അതിനെ കാണിച്ചുകൊണ്ട് ഇത് അത്രയും നീളത്തിലാവും അറ്റം വരെ നമ്മുടെ കോഴിക്കോട് ബീച്ചിലൊക്കെ കാണുന്ന പോലത്തെ ഇരിക്കാനും സ്റ്റെപ്പുകളൊക്കെ വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തുണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണിത്. അപ്പോൾ അതിലൂടെ കുറേ ലൈറ്റ് കാലുകളൊക്കെ വെച്ച് കഴിഞ്ഞു. ഇപ്പുറത്തെ ഭാഗത്ത് എന്തൊക്കെയോ കോൺക്രീറ്റ് പില്ലേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് പിന്നീട് ഒരു ദിവസം വന്ന് ഈ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം വന്നിട്ട് അവിടുത്തെ വർക്കുകളൊക്കെ എത്ര എത്തി എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ഒരു ദിവസം കേട്ടോ. അപ്പോൾ നമുക്ക് ദൂരെ ലൈറ്റ് ഹൗസ് കാണാം. ലൈറ്റ് ഹൗസിൽ നമ്മൾ ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുത്തെ പരിപാടി ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. നമ്മൾ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് പതുക്കെ പോവാം എന്നുള്ളൊരു പ്ലാനാണ്. പക്ഷെ പോകുന്ന വഴിയിൽ ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട്. ഉപ്പിലിട്ടത്, പിന്നെ നമ്മൾ കോഴിക്കോട്ടുകാരുടെ ഐസ്വരതി എന്ന് പറഞ്ഞാൽ ഐസ് ചുരണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഇവിടുത്തെ ഏത് ബീച്ചിൽ വന്നാലും അത് കിട്ടും. പിന്നെ അങ്ങനെ പോവാം എന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കണത്. കാരണം ഖവാലിയാണ് ഇന്നത്തെ പ്രോഗ്രാം. അത് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മെല്ലെ ഒന്ന് തിരിച്ച് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇപ്പോൾ തന്നെ ഇരുട്ടായി കഴിഞ്ഞു. കണ്ടോ ലൈറ്റ്സൊക്കെ വന്നപ്പോൾ മൊത്തം സംഭവം മാറി. ഇവിടെ ആളുകൾ ഇപ്പോൾ ഇങ്ങോട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ തിരിച്ചു വിടുകയാണ്. വണ്ടികൾ ഈ നേരിലുള്ള വഴിക്ക് പോവാതെ മറ്റൊരു വഴിയുണ്ട്, ആ വഴി കൂടെ പോയിക്കൊള്ളാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സംഘാടകരൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് നടന്നു പോകേണ്ടതും നമ്മളെ വണ്ടി അത്രയും ദൂരം ആയതുകൊണ്ടും നമ്മളിനി അത്രയും ദൂരം തിരിച്ച് നടക്കണം. അപ്പം അതിലേക്കാണ് ഇനിയിപ്പോൾ അടുത്ത പരിപാടി. നടന്ന് പോകണതിന് മുമ്പേ നമുക്കിവിടെ എന്തെങ്കിലും കഴിക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കഴിക്കാം. ഉപ്പിലിട്ട കുറേ സാധനങ്ങളുണ്ട്. അപ്പം അതൊക്കെ വാങ്ങി നമുക്ക് കഴിക്കാം. അപ്പോൾ ഇനി അതാണ് പ്ലാൻ. ഇന്ന് ഈ ഫെസ്റ്റിൻ്റെ അവസാനത്തെ ദിവസമാണ്. അപ്പോൾ അപ്പുറത്തെ സ്റ്റേജിൽ ഗംഭീരമായ സമാപന ചടങ്ങൊക്കെയാണ്. മന്ത്രിയൊക്കെ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മുടെ MLA പ്ലസ് മന്ത്രിയാണ് റിയാസ്. അപ്പോൾ ടൂറിസം വകുപ്പൊക്കെ അദ്ദേഹത്തിൻ്റെ ആണല്ലോ. അപ്പോൾ അദ്ദേഹം ആണ് അവിടെ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടേക്ക് കേൾക്കാം. പിന്നെ അത് കടലിലങ്ങ് അറ്റത്തൊരു കപ്പൽ അവിടെ നങ്കൂരിട്ടിട്ട് ഫുൾ ലൈറ്റ് ഇട്ട് നിൽക്കുന്നുണ്ട്. അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിലൂടെ കാണിക്കുമ്പോൾ അത്രയും സൂം ചെയ്യുമ്പോൾ മങ്ങി പോവുകയാണ് ചെയ്യുന്നത്. എന്തായാലും നല്ല ഭംഗിയുള്ളൊരു സീനാണത്. പിന്നെ അതുപോലെ തന്നെ കച്ചവടക്കാരുടെ ഒരു തിരക്കാണ്. ആളുകൾക്ക് ഓരോ സാധനങ്ങൾ കഴിക്കാനുള്ള സാധനങ്ങളും ഒക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ സ്പീഡ് ബോട്ടുകൾ സർവീസ് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം രാത്രിയിലും ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ സൗണ്ടും എല്ലാം കൂടെ ചേർന്നിട്ട് അപ്പോൾ നല്ലൊരു മൂഡാണ് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നത്, നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇനി നമ്മൾ മെല്ലെ തിരിച്ച് നടക്കുകയാണ്. തിരിച്ച് നടന്നിട്ട് നമുക്ക് വണ്ടിയുള്ള ഭാഗം വരെ നടക്കണം. ഓക്കെ, അപ്പോൾ അതിലേക്ക് തൽക്കാലം നമുക്ക് മെല്ലെ നടന്ന് പോകാം. ഇവിടെ ലൈറ്റ്സൊക്കെ വന്നപ്പോൾ വളരെ ഭംഗി കൂടിയിട്ടോ. ഇനി മിക്കവാറും 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ പോയി ഇവിടെ ഈ കൈവരി പോലും ഇല്ലാതെ ഇങ്ങനെ ഉണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ കൈവരി ഇവിടെ പെർമനൻ്റ് ആക്കിയാൽ നല്ലതാണെന്ന് എല്ലാവരും അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടു. അപ്പം കാരണം വെച്ച് കഴിഞ്ഞാൽ കുട്ടികളും മറ്റൊക്കെ വരുന്നതും ഒക്കെ ആണല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള സമയത്ത് ഈ കൈവരി ഇവിടെ ഉള്ളത് നല്ലതാണ്.
അപ്പോൾ പക്ഷേ ഇതൊരു ടെമ്പററി സംഭവമാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ എടുത്തു മാറ്റാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പം നമുക്ക് തിരിച്ച് നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. കാരണം ശരിക്കും ഇപ്പോഴാണ് ഇങ്ങോട്ട് വരേണ്ടത്. നമുക്ക് കുറച്ച് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ശരിക്കും ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ വാട്ടർ ഫെസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത വർഷം വരെ കാത്തിരിക്കണം ഒരു വാട്ടർ ഫെസ്റ്റ് ഇവിടെ നടക്കാൻ. അപ്പം ശരിക്കും അപ്പുറത്തെ സൈഡിലേക്ക് പോകാവുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ജങ്കാറിൻ്റെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകണമെങ്കിൽ ഒന്നുകിൽ ബസ് കയറിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ബേപ്പൂരേക്ക് പോവാം, അല്ലെങ്കിൽ കാറോ ബൈക്കോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോവാം. അതല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഇവിടുന്ന് പോകാൻ സുഖം ഈ പറഞ്ഞ ജങ്കാറിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരെ ക്രോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എളുപ്പത്തിൽ അവിടെ എത്തും. പക്ഷേ എത്തണമെങ്കിൽ ഇവിടുത്തെ ജങ്കാറിലൊന്ന് കയറി പറ്റണം. ജങ്കാറൊക്കെ ഈ ദിവസത്തിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ ആ തിരക്ക് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ നോക്കാം. നമ്മൾ ആ വഴിക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ തിരക്ക് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കാരണം നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വൈബ് കൂടുതലാണ്. കാരണം അവിടെ കുറച്ചുകൂടെ സ്റ്റോള് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്, ഉള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ അപ്പുറത്തേക്ക് പോയിട്ടില്ല, ഈ ഭാഗത്ത് തന്നെയാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ നമുക്കിങ്ങനെ പോണ സമയത്ത് കണ്ടോ, ഇപ്പോഴും ബോട്ടിലേക്കൊക്കെ കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ ആണ്. അപ്പോൾ ഞാൻ സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അത്രയും ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് ഈ രാത്രിയിലും സ്പീഡ് ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട്. ഇത് സ്പീഡ് ബോട്ടിൻ്റെ ഒരു കൗണ്ടറാണ്, ഒരു ഭാഗമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റ് ബോട്ടുകളൊക്കെ വരാനുണ്ട്. ഇപ്പോൾ നമുക്ക് അവിടെ കുറച്ച് ബോട്ടുകളൊക്കെ നിർത്തിയിട്ടതായിട്ട് കാണാം. അതിലൊക്കെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അപ്പുറത്ത് ഇത് കൂടാതെ അപ്പുറത്തെ സൈഡിൽ വേറെ ഒരു സാധാരണ ബോട്ടിങ്ങിൻ്റെ ഒരു കൗണ്ടറുണ്ട്. അതിലും ധാരാളം ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് പോയി നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മുന്നോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇത് മരങ്ങളൊക്കെ നന്നായിട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ട് ഭംഗി കൂടിയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഓപ്പോസിറ്റ് ഈ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റുള്ളതാണ് കേട്ടോ. കോസ്റ്റൽ പോലീസിൻ്റെ ബോട്ടൊക്കെ ഇവിടെ കാണാം. അപ്പോൾ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഇവിടെ കുറച്ചായിട്ടുള്ള വന്നിട്ട് ഇതാണ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ. അതായത് തീരദേശ പോലീസ് സ്റ്റേഷനാണ്. ബേപ്പൂർ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ചാലിയത്താണ് പക്ഷേ ഉള്ളത്. ഇവിടുത്തെ കടൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും മറ്റ് തീരപ്രദേശത്തുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഈ പോലീസായിരിക്കും. ഇവിടെ പഴയൊരു കമ്പനി ഉണ്ടായിരുന്നു ഇവിടെ, അതൊക്കെ മാറി ഇപ്പോൾ ഇവിടെ ഒരു അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അത് പ്രവർത്തനം ആരംഭിക്കുന്നേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു തിരക്കിൽ അവർ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഭാഗത്ത്, അതേ ഒരു ഭാഗത്ത് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് നമുക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാം. ചാലിയത്തേക്ക് വരുമ്പോൾ തന്നെ കാണുന്നത് അതാണ്. ഈറ്റ് മോർ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. ഈറ്റ് മോർ റെസ്റ്റോറൻറ്റ് എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ ഇവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ ഇല്ലാത്തൊരു ദിവസം വന്ന് നമുക്ക് കയറേണ്ടി വരും. എന്നാലേ നമുക്ക് എന്താണ് ഇവിടുത്തെ കാര്യങ്ങളും നിലവാരം എന്നൊക്കെ മനസ്സിലാവുള്ളൂ. അത് നമുക്ക് അടുത്ത തവണ നോക്കാം. ഇപ്പോൾ നമുക്കിങ്ങനെ ഇതിലേ പോകാം. ഇതിൽ പോകുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊരു ആൾക്കൂട്ടം കാണാം. ആ ആൾക്കൂട്ടം നിൽക്കുന്ന ഭാഗത്താണ് ജങ്കാറിൻ്റെ സ്റ്റേഷൻ. അതായത് ജങ്കാർ വന്നിട്ട് നമ്മൾ കയറുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ നമുക്കൊരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ അപ്പുറത്തെ ഭാഗത്തെത്താം. അത് ആണിപ്പോൾ നമുക്ക് അപ്പുറത്തേക്ക് എത്താനുള്ളൊരു എളുപ്പമാർഗ്ഗം. ഇവിടെയൊക്കെ ഉപ്പിലിട്ടതും മറ്റതൊക്കെ ആയിട്ടുള്ള ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇത് ആ റെസ്റ്റോറൻറ്റ് തന്നെ. അതിൻ്റെ ഇവിടെ ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് ഉണ്ട്. പക്ഷേ ബസ്സൊന്നും ഇവിടേക്കൊന്നും വരില്ല. ഇത് ജങ്കാറിലേക്ക് കയറാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഷെഡാണ്. അപ്പം ഇത് കണ്ടോ, ജങ്കാറിലേക്ക് ആൾക്കാർക്ക് കയറാനുള്ള തിരക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ആ തിരക്ക് നിങ്ങൾക്കിപ്പോൾ നേരിട്ട് കാണാം. ഭയങ്കരമായ തിരക്കാണ്. ജങ്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ ജങ്കാറിലേക്ക് ആൾക്കാർ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ കുറേ ഒരു മണിക്കൂറൊക്കെ ആയിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാകും. കാരണം കയറാൻ പറ്റാതെ തിരക്കിൽ ബാക്കിലായി പോയ ആളുകൾ. അപ്പോൾ അവരൊക്കെ കൂടെ ഇപ്പോൾ അങ്ങോട്ട് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ തിരക്കിനുള്ളിലേക്ക് പോകുന്നില്ല. നമ്മുടെ കൂടെ കുട്ടികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല. ഇവിടുന്ന് നിങ്ങൾക്ക് കാണാം കേട്ടോ, പോലീസുകാരൊക്കെ ഉണ്ട്. പോലീസുകാരൊന്നും ഉണ്ടായിട്ട് കാര്യമുണ്ടോയെന്ന് അറിയില്ല ഈ ഒരു തിരക്കിനിടയിൽ. കാരണം ആൾക്കാർക്ക് എല്ലാവർക്കും അങ്ങോട്ടൊന്ന് എത്തണം. ഇത് ലാസ്റ്റ് ഡേ ആണെന്നൊക്കെയുള്ള ചിന്തയിൽ അവിടെ കെട്ടിയ കയറൊക്കെ മാറ്റി കൊടുക്കുമ്പോൾ തിരക്കിട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര തിരക്കിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ആ തിരക്കിനുള്ളിലേക്കൊന്നും പോകണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കരമായ തിരക്കാണ്. അപ്പോൾ അത് ബുദ്ധിമുട്ടുമാണ് അപ്പം അതിൽ പോകുന്നത്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ നമ്മൾ അപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. അപ്പം നമ്മൾ കണ്ടോ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു എ ഷേപ്പ്ഡ് കൗണ്ടറൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് അറിയില്ല. അതൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയുള്ളൂ. ഇവിടുത്തെ പണികളൊന്നും മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്.
ഇനി നമുക്കധികം ഒന്നും കാണാനില്ല. അപ്പം ഇതാണ് നമ്മൾ ചാലിയത്തേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇനി നമ്മൾ മെല്ലെ തിരിച്ച് നമ്മുടെ വണ്ടി നിർത്തിയിട്ട് ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വേസ്റ്റൊക്കെ ഇടാനുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പഞ്ചായത്തിൻ്റെ കീഴിൽ വെച്ചതാണെന്നാണ് തോന്നുന്നത്. അതൊക്കെ നല്ലൊരു കാര്യം തന്നെ. ഇവിടെയും ഈ അറ്റത്ത് ചെറിയൊരു ബോട്ട് കൗണ്ടർ ഉണ്ട്. ഇവിടെ ഈ ഹൗസ് ബോട്ട് പോലത്തെ ഒരു സംഭവം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിലും ആളുകൾ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ഇതിൽ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ലൈറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം രസം തന്നെ. ഇതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് സമയവും സന്ദർഭമൊക്കെ ഉണ്ടെങ്കിലും അത് ഓക്കെയാണ്. അപ്പോൾ എന്തായാലും ഒക്കെ കാണുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ ഈ ബോട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ ജങ്കാർ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ജങ്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ആൾക്കാരെ കണ്ടില്ലേ എത്രയാണെന്ന്. അപ്പം ഇനി ഈ ബോട്ടും പോയി ഇനി നമ്മൾ നമ്മളുടെ വീട്ടിലേക്ക് പതുക്കെ പോവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മളുടെ സമയം കഴിഞ്ഞു. നമുക്കിനി അധികം നേരം ഇവിടെ നിൽക്കണ്ട. അതുകൊണ്ട് നമ്മൾ പോവുകയാണ്. അപ്പം ഇനി അടുത്തൊരു വാട്ടർ ഫെസ്റ്റ് അടുത്ത വർഷം ഡിസംബറിൽ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ആ സമയത്ത് ഇത്തവണ വരാൻ പറ്റാത്തവരൊക്കെ വരിക, ഏതെങ്കിലും ഒരു ദിവസം വരിക. അപ്പോൾ നിങ്ങൾക്ക് അപ്പുറത്തെ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ എവിടെ വന്നാലും ഓക്കെയാണ്. അപ്പം 2 ഭാഗത്തും ഇപ്പോൾ തന്നെ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ചാലിയം സൈഡ് അടുത്ത വർഷത്തേക്ക് ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഒരു ബ്യൂട്ടിഫുൾ ബീച്ചായി മാറിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അടുത്ത വർഷം ചാലിയത്ത് വന്നാലും ഉഷാറായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി വണ്ടിയിൽ കയറി മെല്ലെ വീട്ടിലേക്ക്